എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക പാല് കറിയുടെ റെസിപ്പിയാണ്. ഇത് റൈസിനും ചപ്പാത്തിക്കും എല്ലാം നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ 250 ഗ്രാം വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ നീളത്തിൽ അരിയണം കേട്ടോ. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ തണുപ്പായതുകൊണ്ടാട്ടോ കട്ടിയായിട്ടിരിക്കുന്നത്. അത് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് അത് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവോളയാണ് ചേർത്തിരിക്കുന്നത്. സവോള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് തന്നെ എടുക്കണം കേട്ടോ. സവോള ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 വലിയ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ പച്ചമുളക് എരിവ് അനുസരിച്ച് ചേർത്തോണം. കാരണം എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണം കൂട്ടാം പച്ചമുളകിൻ്റെ. പിന്നെ പൊടിയായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ്, മുളക് പൊടിയൊന്നും വേണ്ട കേട്ടോ, മഞ്ഞൾപ്പൊടി മാത്രം മതി. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇടുക. എന്നിട്ട് നല്ലപോലെ അതിനെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് വെണ്ടയ്ക്ക ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് അടച്ച് വയ്ക്കാം. അതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒരു തിക്ക് കോക്കനട്ട് മിൽക്ക് തന്നെ ചേർത്തോ കേട്ടോ, ഫസ്റ്റ് കോക്കനട്ട് മിൽക്ക്. പിന്നെ ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ആ തേങ്ങാപ്പാലിരുന്ന ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുത്തത്, അതും ചേർത്ത് ഇളക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു 5-10 മിനിറ്റ് എടുക്കും കേട്ടോ, ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി. തിളച്ച് നല്ലപോലെ ആയിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കറിയുടെ മെയിൻ ഹൈലൈറ്റ് ഈ ഗരം മസാല കേട്ടോ. ഇതൊന്ന് ചേർത്ത് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഗരം മസാല. അപ്പോൾ ഇതും ചേർത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ കറി നമ്മുടെ റെഡിയായി കഴിഞ്ഞു. ഇനി അവസാനം ഒരു സംഭവം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് തിക്ക് കോക്കനട്ട് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. അതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.